മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ 14 എണ്ണത്തോളം റെക്കോർഡ് വിജയമാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തവണ. അതിലൊന്ന് പൊന്നാനിയും വന്നിട്ടുണ്ട് എന്ന് മാത്രമേ അതിൽ കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മലബാറിലെ വിവിധ മണ്ഡലങ്ങളിൽ ഉണ്ടായ വർധനവിൻ്റെ ആനുപാതിക വർധനവ് പൊന്നാനിയിൽ വന്നിട്ടില്ല. കഴിഞ്ഞ തവണ പൊന്നാനി കേരളത്തിലെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ 3-ാം സ്ഥാനത്തുണ്ടായിരുന്നത്, ഇത്തവണ 4-ാം സ്ഥാനത്തേക്ക് തഴയപ്പെടുക ചെയ്തിട്ടുള്ളത്. പൊന്നാനിയെ സംബന്ധിച്ച് ആദ്യം പ്രചാരണം ആരംഭിച്ചത് അങ്ങാണ്. വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തിയിരുന്നു, താഴെത്തട്ടിൽ ഉൾപ്പെടെ പ്രചാരണം നടത്തിയിരുന്നു എന്നാണ് അങ്ങ് തന്നെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. പിന്നീട് എന്താണ് റിസൾട്ടിൽ എന്താണ് സംഭവിച്ചത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ എന്നെ ഉത്തരം. കാരണം കേരളത്തിൽ മുഴുവനും ഒരു കുത്തൊഴുക്കായിരുന്നു. ഈ മലവെള്ളപ്പാച്ചിലിൽ ഏതെങ്കിലും ഒറ്റമരമൊന്നും നിലനിൽക്കില്ലല്ലോ, എല്ലാം കടപുഴകി വീഴും. അത് തന്നെയാണ് ഉണ്ടായത്. എനിക്ക് സംഭവിച്ചത്, കേന്ദ്രത്തിൽ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടി രൂപം കൊണ്ട ഒരു ഇന്ത്യ മുന്നണിയിൽ, ആ ഇന്ത്യ മുന്നണി ആദ്യമായി മാറ്റിവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനൊരു ചാൻസ് ഉണ്ട്, ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ജനം ഒരുമിച്ച് പരമാവധി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. UDF-ന് മുതൽക്കൂട്ടായി. അത് UDF-ന് മുതൽക്കൂട്ടായി. ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങ് ആദ്യഘട്ടം മുതൽ ഉയർത്തിയിരുന്ന വിഷയങ്ങൾ, പലതരത്തിലുള്ള പ്രാദേശിക വിഷയങ്ങളും വലിയ വിഷയങ്ങളും ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. ശേഷം മുസ്ലിം ലീഗിനെതിരെയായിരുന്നു ഗുരുതരമായ ആരോപണങ്ങൾ. ഹൈദരലി തങ്ങളുടെ മരണം ഉൾപ്പെടെ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആ നിലയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും മേശിയില്ല. ഈ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തതിനാൽ അതൊക്കെ തന്നെ തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ. തിരിച്ചടിയായിട്ടല്ല, അതുകൊണ്ടായിരിക്കണം ഈ 2 സ്ഥലങ്ങളിലും, പൊന്നാനിയും മലപ്പുറത്തും, ലീഗ് സ്ഥാനാർത്ഥികൾക്കുണ്ടായ ആനുപാതിക വർധനവ് കേവലം 20% കഴിഞ്ഞ തവണത്തേക്കാൾ. മറിച്ച് മലബാറിലെ മറ്റ് മണ്ഡലങ്ങളിൽ, ഇതൊഴിച്ച് വയനാട് ഒഴിച്ച് മറ്റ് മണ്ഡലങ്ങളിൽ ഒക്കെ ഡബിളായി 100%, 150% ഒക്കെ ഭൂരിപക്ഷം വർദ്ധിച്ചു. ആ സമയത്തും മലപ്പുറത്തും പൊന്നാനിയിലും കേവലം 20% ഒതുങ്ങി നിന്നു ഭൂരിപക്ഷം. അതിന് തന്നെ SDPIയുടെ വോട്ടും കൂടി കൂട്ടേണ്ടി വന്നു. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം സാമുദായിക രാഷ്ട്രീയത്തിന്, വിശേഷം EK സമസ്തയെ പോലെയുള്ള ഒരു പ്രബല സംഘടനയുടെ ഉൾപ്പിരിവുകളും ഇടപെടലുകളും ഏറ്റവും അധികം ചർച്ചയായത് പൊന്നാനിയിലായിരുന്നു. അങ്ങേക്ക് കൃത്യമായൊരു പിന്തുണ സമസ്തയിൽ നിന്ന് വലിയൊരു വിഭാഗത്തിൻ്റെത് ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്താണ് പിന്നീട് സംഭവിച്ചത്? സമസ്തയിൽ നിന്നൊക്കെ ആ നിലയിലൊരു വോട്ട് ചോർച്ചയുണ്ടായോ? ഇല്ല, അവരിൽ നിന്നൊക്കെ പിന്തുണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമസ്തയിൽ നിന്നുണ്ട്, AP വിഭാഗം സമസ്തയുടെ പരിപൂർണ പിന്തുണ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ, മറ്റേ ഇന്ത്യയിലൊക്കെ തന്നെ ഒരു 10-20% ആളുകൾ പക്ക രാഷ്ട്രീയക്കാരല്ലാത്തവരുണ്ട്. അവർ സാഹചര്യത്തിനനുസരിച്ച് ഒഴുകും. ആ ഒഴുക്ക് അപ്പുറത്തേക്ക് പോയപ്പോൾ ഇത് പ്രസക്തമാകാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ PK കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം പൊന്നാനി കേന്ദ്രീകരിച്ച് തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിരുന്നു എന്നുള്ളതാണ് ലീഗ് തന്നെ കേന്ദ്രങ്ങൾ പറയുന്നത്. സമാന്തരമായി മറ്റൊരു സമിതി ഉണ്ടാക്കി ഈ നിലയിൽ അങ്ങ് ഉയർത്തിയിരുന്ന പല ആരോപണങ്ങളെയും മറികടക്കാൻ പാകത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായി അതൊക്കെ തന്നെ മുസ്ലിം ലീഗിന് ഗുണം ചെയ്തു എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. മാത്രമല്ല, നേരത്തെ PMA സലാം ഉൾപ്പെടെ പറയുന്നത് ലീഗിനെ എത്രത്തോളം ആക്രമിക്കാൻ ശ്രമിക്കുമോ അതിനനുസരിച്ച് ലീഗ് ശക്തി പ്രാപിക്കും എന്നുള്ളതാണ്. അത് ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടു എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് ലീഗിൻ്റെ ആളുകൾ കരുതുന്ന, അവർ പൊതുവെ ഒരു ഹീറോ വർഷിപ്പ് മൈൻഡുള്ള ആളുകളാണ്, ഒരു വീരാരാധന. അതിൻ്റെ ഭാഗമായി അവരങ്ങനെ കണക്കാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 5000 വോട്ടിൽ നിന്ന് ശ്രീകണ്ഠൻ്റെ ഭൂരിപക്ഷം 80,000 വോട്ടിലേക്ക് മാറ്റിയത് ആരുടെ പ്രവർത്തനം കൊണ്ടാണ്? ഇളമരം കരീമിനെതിരെ രാഘവേട്ടൻ്റെ ഭൂരിപക്ഷം 1.25 ലക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന 100-200% ഉയർത്തിക്കൊണ്ടുവന്ന ആരുടെ കഴിവ് ഇടപെടൽ കൊണ്ടാണ്? അവിടെയൊക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഇടപെടൽ കൊണ്ടാണോ? ഇവിടെ നിന്ന് മറിച്ചല്ലേ ഉണ്ടായത്? ഇവിടെ ഭൂരിപക്ഷം വർദ്ധിച്ചില്ലല്ലോ. ഇവിടെ ഉണ്ടായത് കഴിഞ്ഞ ഭൂരിപക്ഷത്തേക്കാൾ ഇത്തവണ SDPIയുടെ വോട്ടും കൂടി കൂട്ടി കൊടുത്തു. അവിടെ കാര്യമായിട്ടുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അത് പരാജയമാണെന്നല്ലേ കാണേണ്ടത്. ഈ മണ്ഡലത്തെ സംബന്ധിച്ച് 7 നിയോജക മണ്ഡലങ്ങൾ, 4 മണ്ഡലങ്ങളിൽ LDF ആണ് MLA-മാരുള്ളത്. അതിൽ തന്നെ 2 മന്ത്രിമണ്ഡലങ്ങൾ, തൃത്താലയമുണ്ട്, താനൂരുമുണ്ട്. മറ്റു 2 മണ്ഡലങ്ങളിൽ ഇടത് MLA-മാരുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായ തിരിച്ചടി LDF-ന് ഉണ്ടായിട്ടുണ്ടെന്നാണ്. പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ പാർട്ടി കേഡറുകളിൽ നിന്ന് ലഭിക്കേണ്ട വോട്ടുകൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് വന്നില്ല എന്നുള്ളതാണ് നിലവിലെ കണക്കുകൾ തെളിയിക്കുന്നത്. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? പാർട്ടിയുടെ നേതാക്കൾ അതിൻ്റെ സെക്കൻഡ് ലൈൻ ഓഫ് ലീഡർഷിപ്പ് എണ്ണയിട്ട യന്ത്രം പോലെ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഗ്രാസ് റൂട്ടിലുള്ള ആളുകളുടെ ഒഴുക്ക് ഏത് ഭാഗത്തേക്കെന്ന് ആർക്കും നിർണ്ണയിക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. കൂട്ടത്തിൽ LDF-ന് വോട്ട് ചെയ്തിരുന്ന അനുഭാവികളുടെ ധാരാളം വോട്ടുകൾ മറിച്ച് പോയിട്ടുണ്ടാവാം. ആ പോയത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മുഴുവനും അങ്ങനെ പോയിട്ടുണ്ട് എന്നത് വ്യക്തമാണല്ലോ. അതിൻ്റെ ഭാഗമായി തന്നെ പൊന്നാനിയിലുണ്ടായത് എനിക്ക് തോന്നുന്നത് പൊന്നാനിയിൽ താരതമ്യേന കുറവാണെന്നാണ്.
ഈ മറ്റൊരു പ്രചാരണം അങ്ങ് പൊന്നാനിയിൽ ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നു, അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂരിലോ തിരൂരിലോ ഒക്കെ തന്നെ മത്സരിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാവുമോ, പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു സാമൂഹ്യ പ്രവർത്തകനായി ഒരു നീതിക്ക് വേണ്ടി പോരാടുന്ന, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നവർക്ക് സംസ്ഥാനം ഒട്ടുക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രത്യേക ഒരു പ്രവർത്തന രീതി ഏറ്റെടുക്കാനാണ് തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇടതുപക്ഷത്തോടൊപ്പം തന്നെയായിരിക്കുമോ ഈ പ്രത്യേക പ്രവർത്തനം? ഇടതുപക്ഷത്തോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കും. തീർച്ചയായും അത് തന്നെയാണ്. വലിയ അടിയൊഴുക്കുകൾ ആ രീതിയിലുള്ള തിരിച്ചടിയുണ്ടായി. കേരളത്തിൽ ഉൾപ്പെടെ വിവിധ മണ്ഡലങ്ങളിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. പൊന്നാനിയിലും സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. LDF സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ KS ഹംസ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ. ഇൻ റിപ്പോർട്ടർ തിരൂർ.